ഓക്കെ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഇന്ന് നമുക്ക് സൺടാൻ മാറാൻ വേണ്ടി വീട്ടിൽ എന്തൊക്കെ പായ്ക്ക് ഇടാൻ പറ്റും എന്ന് നമുക്കൊന്ന് നോക്കാം. സൂര്യപ്രകാശത്തിന്റെ UV ലൈറ്റും ഉണ്ട്, നമ്മുടെ സ്കിന്നിന് ഒരുപാട് ഡാമേജ് വരും. അപ്പൊ അതിനുവേണ്ടി നമ്മൾ പുറത്തു പോകുന്ന സമയത്ത് സൺബാൻ ഇടുക ആണെങ്കിൽ നമുക്ക് സൺബാൻ ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ സ്കിൻ സൂക്ഷിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് അതിനുവേണ്ടി വീട്ടിൽ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യാൻ പറ്റുന്ന ഒരു പാക്ക് നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പൊ നമുക്ക് അതിന് നല്ല പ്യുവർ അലോറ ജെല്ലിന്റെ ആവശ്യമുണ്ട്. അതേപോലെ ഒരു ശകലം തൈര്, ഒരു ശകലം പാൽപ്പൊടി വിത്ത് ഗോതമ്പ് മാവ് രണ്ടോടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ അതിന് നമുക്ക് വേണം. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ വെച്ചിട്ട് കാപ്പിപ്പൊടിയും വേണം, അതൊരു മഞ്ഞൾപ്പൊടിയും വേണം. പിന്നെ വേണ്ടത് അലോവേറ ജെല്ല്. ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് വീട്ടിലൊരു പാക്ക് ആഴ്ചയിൽ ഒരു ദിവസം നമ്മുടെ കയ്യിലെ കാലിലെ കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ടാൻ മാറ്റാൻ പറ്റും. എന്ത് ചെയ്താലും നമുക്ക് പുറത്ത് പോകുന്നതിന് മുന്നേ ഒരു സൺ പ്രൊട്ടക്ഷൻ ക്രീം അപ്ലൈ ചെയ്യേണ്ടതാണ്. അപ്പൊ നമുക്ക് ഈ പാക്ക് ഒന്ന് തയ്യാറാക്കാം. അത് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ തൈര് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ കോഫി പൗഡർ ഇടുന്നു. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കോഫി പൗഡർ. ഞാൻ ഇപ്പൊ ഈ കാപ്പിപ്പൊടി പ്ലേറ്റിലെടുത്തു അപ്പോഴത്തേനും അത് കട്ടിയായി. നല്ല കോഫി പൗഡർ വേണം, നമ്മൾ ചിക്കറി ഇല്ലാത്ത കോഫി പൗഡറാണ് ഇതിന് ആവശ്യം. അതിനുശേഷം പാൽപ്പൊടിയും ഗോതമ്പ് പൊടിയും മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നു, അതിൽ നിന്ന് ഒരു 1/4 ടീസ്പൂൺ ഇടുന്നു. പിന്നെ നമുക്ക് ഇതിനകത്ത് ആവശ്യം ഇത്രയും കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് കാലിലെ ചപ്പലൊക്കെ കൊണ്ട് ചപ്പലിടുമ്പോൾ ടൈറ്റ് ആവുന്നതുകൊണ്ട് കാലിൽ വരുന്ന കറുത്ത പാടുകൾക്കും അതുപോലെ സൺ ടാൻ കൊണ്ട് സ്കിന്നിന് വരുന്ന കറുപ്പിനും ഒക്കെ നമുക്ക് നല്ല ഒരു പാക്ക് ഇപ്പൊ ഇത് മിക്സ് ചെയ്യുന്നത്. ഇതേപോലെ നമ്മൾ ഈ പാക്ക് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ജെല്ലും കൂടെ ഈ പാക്കിൽ നമ്മൾ ഇട്ടതിന് ശേഷം നല്ലതായിട്ട് നമ്മൾ ഇതുപോലെ എല്ലാം കൂടെ ഒന്നിച്ച് യോജിപ്പിക്കുന്നു. ഇതേപോലെ നല്ലതായിട്ട് നമ്മൾ യോജിപ്പിച്ചതിന് ശേഷം ഇപ്പൊ നമ്മൾ കയ്യിലാണ് ഇട്ട് കാണിക്കുന്നത്, കയ്യിലാണ്. ഇപ്പൊ ഈ കയ്യിൽ കാണുന്ന ഈ ടാന് എത്രമാത്രം മാറുന്നു എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു പാക്കിൽ കയ്യിൽ വരുന്ന ചേഞ്ച് നമുക്ക് കാണാൻ കഴിയും. നമുക്ക് ഇപ്പൊ ആഴ്ചയിൽ ഒരു ദിവസം ഇതുപോലെ പാക്ക് ഇട്ടെടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് വരുന്ന മാറ്റം ഇപ്പൊ നമുക്ക് കാണാം. ഡ്രസ് കവർ ചെയ്ത് കിടക്കാത്ത സ്ഥലങ്ങൾ ഫുള്ള് നമ്മൾ ഈ പായ്ക്ക് അപ്ലൈ ചെയ്യേണ്ടതാണ്. ഈ കൈമുട്ടിൽ വരുന്ന കറുപ്പ്, ഈ കൈയൊക്കെ ഇങ്ങനെ നമ്മൾ കുത്തി വെച്ചിട്ട് കൈ ഇങ്ങനെ മൂട്ട് ഊന്നിക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്നവർ എഴുതുന്നവർക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു പാക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഇടുകയാണെങ്കിൽ ആ കറുപ്പിനും കൂടി നല്ലതാണ് നമുക്ക് ഈ ഇപ്പൊ ഇടുന്ന ഈ പാക്ക്.
നമ്മളിപ്പോൾ ടാൻ കളയാനുള്ള ഒരു പാക്ക നമ്മളിപ്പോൾ ഇവിടെ ഈ തയ്യാറാക്കി അപ്ലൈ ചെയ്യുന്നത്. എല്ലാവരും ഇങ്ങനെ ഈ വെയിൽ കൊണ്ട് ടാൻ ആയി കിടക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു പാക്ക് കൊണ്ട് ഒരുപാട് ഉപയോഗം കിട്ടുന്നതായിരിക്കും. നമ്മൾ ഇടുമ്പോൾ ഇതുപോലെ കൈ ഫുള്ള് ഇടണം. ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ പാക്ക് എടുത്ത് നോക്കാം എന്തുമാത്രം ചേഞ്ച് ചെയ്യണം നമുക്ക് കാണാം. അപ്പൊ ഇങ്ങനെ ഇരിക്കട്ടെ. 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്ത് കാണാം. ഓക്കേ. നമ്മള് ടാൻ്റെ പാക്ക് ഒരു 20 മിനിറ്റ് നമ്മൾ കയ്യിലിട്ടു. അതിനുശേഷം നമ്മൾ കൈ വാഷ് ചെയ്തു. ഇപ്പം തന്നെ നമുക്ക് നല്ല ഒരു വ്യത്യാസം നമുക്ക് ടാൻ മാറിയതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. നല്ല വ്യത്യാസമുണ്ട്, നല്ല ചേഞ്ച് നമുക്ക് കേട്ടോ. ഇത് ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നമ്മള് സൂര്യപ്രകാശത്തിൽ നിന്ന് കിട്ടുന്ന ആ ടാൻ നമുക്ക് മാറ്റാൻ കഴിയും. പിന്നെ നമ്മൾ പുറത്ത് പോകുമ്പോൾ സൺബാൻ അപ്ലൈ ചെയ്യുക. ഇപ്പോഴത്തെ സൂര്യപ്രകാശത്തിൽ നിന്ന് അതിൻ്റെ UV ലൈറ്റ് നമ്മുടെ സ്കിൻ ഡാമേജ് ആക്കും. അപ്പോൾ നമ്മൾ പുറത്ത് പോകുമ്പോൾ ഒരു 2 പ്രാവശ്യമെങ്കിലും നമുക്ക് സൺബാൻ അപ്ലൈ ചെയ്യേണ്ടി വരും. ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മളൊന്ന് വാഷ് ചെയ്തിട്ട് വീണ്ടും തുടച്ചതിന് ശേഷം വീണ്ടും നമ്മൾ ഇതുപോലെ സൺബാൻ ഇടുക. അങ്ങനെ നമുക്ക് സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയും. ഇങ്ങനെ എല്ലാവരും ചെയ്ത് നോക്കുക. നമുക്ക് എന്റെ ഫ്രണ്ടിന്റെ അടുത്ത് തന്നെ ചോദിക്കാം, എങ്ങനെ ഇരിക്കുന്നു ഈ ടാൻ റിമൂവൽ പാക്ക്? വളരെ വ്യത്യാസമുണ്ട്. കാര്യം ഞാൻ വെയിലത്തൊക്കെ പുറത്ത് പോകുന്നതാണ്, വെയിൽ കൊള്ളുന്നതാണ്. നല്ല കരിവാളിപ്പായിരുന്നു ഇവിടെ വന്നപ്പോഴും. പക്ഷെ അതിട്ട് ഇപ്പോൾ 10-20 മിനിറ്റ് കഴിഞ്ഞ് ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നല്ല ചേഞ്ച് ഉണ്ട്. കാര്യം ആ കരിവാളിപ്പ് കംപ്ലീറ്റ് മാറി നല്ല ചേഞ്ച് ഉണ്ട്. കളറും വന്നു, സ്മൂത്തായി. ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ഇതുപോലെ ടാനാവുന്ന കൈക്കായാലും കാലിൽ, അതായത് ചപ്പലൊക്കെ ഇട്ട് കഴിഞ്ഞ് ആ ചപ്പലിന്റെ സ്ക്രാഫ് കൊണ്ടുള്ള കറുപ്പിനൊക്കെ ഇത് നല്ലൊരു പ്രതിവിധിയാണ്, നല്ലൊരു പായ്ക്കാ. ഈ പായ്ക്ക് ചെയ്ത് നോക്കുക. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ പേജ് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ എത്തുന്നതായിരിക്കും.